ഏത് സംസ്ഥാന അധ്യക്ഷനെയാണ്, ഏത് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ, ചെറിയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചെറിയ പ്രസ്ഥാനത്തിനെങ്കിലും സംസ്ഥാന അധ്യക്ഷനെ സമരത്തിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇനി അപ്പോൾ തന്നെ എൻ്റെ വീട് വളയേണ്ട സാഹചര്യം എന്താ? ഞാൻ ഇറങ്ങി ഓടുമോ? എൻ്റെ വീട്ടിനകത്തേക്ക് പോലീസ് വരേണ്ട സാഹചര്യം എന്താ? നിങ്ങളതിൻ്റെ വിഷ്വൽസ് കണ്ടല്ലോ. വീട്ടിനകത്തേക്ക് കയറി വരേണ്ട കാര്യമുണ്ടോ? പോലീസുകാർക്കുണ്ടോ? അവരുടെ ഈ വാറണ്ട് ഉണ്ടോ? അവരുടെ സെർച്ച് ഓർഡർ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ നിയമ സംവിധാനത്തോട് പരിപൂർണമായി സഹകരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഒരു വാറന്റ് പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമോ? എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സമ്മതം ഇല്ലാണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോലീസ് കഴിയുമോ? കഴിയില്ല. അവർക്കൊരു 41 നോട്ടീസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ പോകുമല്ലോ. ഞാൻ ഒളിവിൽ കഴിച്ചിരുന്ന ഒരാളല്ലല്ലോ. ഞാനൊരു 10-20 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഡേ ദേ വോണ്ട് ടു കൺവേ എ മെസ്സേജ്. സ്റ്റേറ്റ് ചീഫിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. അത് ബാക്കിയുള്ള പ്രവർത്തകർക്കൊരു മെസ്സേജാണ്, നിങ്ങളെല്ലാം ഒതുങ്ങിക്കോണം എന്നൊരു ഫാഷിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനകത്തോ നമ്മൾ ജയിലിൽ കിടക്കുന്നതിനകത്തോ, ഇനിയും ജയിലിൽ നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ്. സമരങ്ങൾ ഇനിയും ചെയ്യും. അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യട്ടെ.